Hi all, welcome to today's class. അപ്പോൾ ഇന്ന് നിങ്ങളുടെ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചില്ലേ? അപ്പോൾ അതിൻ്റെ ബാക്കി നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് റിപ്പോർട്ടഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുൻപായിട്ട് അപ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നൗ these are few examples from your exercises from your textbook. Okay, first 5 are here done for you. അത് കഴിഞ്ഞ് ബാക്കിയുള്ളൂ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് തരാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ഹു ഈസ് യുവർ ടീച്ചർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് റിപ്പോർട്ടഡ് സ്പീച്ച്. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് യുവർ ടീച്ചർ? ഇവർ റിപ്പോർട്ടിംഗ് വെർബായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റീത്ത ആസ്ക്ഡ് മീ ഡാഷ്. സോ റീത്ത ആസ്ക്ഡ് മീ ഹു മൈ ടീച്ചർ വാസ്. ഹിയർ യു ക്യാൻ സീ ഈസ് യുവർ ടീച്ചർ എന്നുള്ളത് ഇറ്റ് ബിക്കെയിം who my teacher was. So sentence reported verb റീത്ത ആസ്ക്ഡ് മീ എന്നായതുകൊണ്ട് ആസ്ക്ഡ് പാസ്റ്റ് ടെൻസ് ആണ്. സോ അതിനകത്തെയുള്ള സകല സാധനങ്ങളുടെ അത്രയും സെൻറ്റൻസിനകത്തെ നൗൺ, പ്രൊനൗൺ, അതുപോലെ തന്നെ വെർബ്, ഇതൊക്കെ നമ്മൾ പാസ്റ്റിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൂ ഈസ് യുവർ ടീച്ചർ എന്നുള്ളത് റീത്ത ആസ്ക്ഡ് മീ ഹൂ മൈ ടീച്ചർ വാസ്. ആൻഡ് ഇഫ് റീത്ത ആസ്ക്ഡ് മീ എന്നുള്ളത് റീത്ത ആസ്ക്ഡ് എന്നായിരുന്നെങ്കിൽ ഈ പറഞ്ഞ സെൻറ്റൻസിൻ്റെ ടെൻസിൻ്റെ ചേഞ്ചസ് വരത്തില്ലായിരുന്നു. ഹൂ മൈ ടീച്ചർ ഈസ് തന്നെ ചോദിച്ചേനെ. സോ ഹിയർ ആസ്ക്ഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബ് അത് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് വി ഹാവ് ടു ചേഞ്ച് ദ സെൻറ്റൻസസ് ഇൻ ടു പാസ്റ്റ് ടെൻസ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഷി ടേക്ക് സോ ലോങ് ടു കം? രാജ ആസ്ക്ഡ് ദം വൈ ഷി ഹാഡ് ടേക്കൺ സോ ലോങ് ടു കം. ഇവിടെ ഡിഡ് ഷി ടേക്ക് എന്നുള്ളത് ഓൾറെഡി പാസ്റ്റ് ടെൻസിൽ കിടക്കുവാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ്ലി, ഞാൻ നിങ്ങൾക്ക് തന്ന നോട്ട്സിലുണ്ടായിരുന്നു, if the direct speech is in past tense we have to change that into past perfect, and that's why we have used had here. Then, where did you study it before? I asked the new boy where he had studied earlier. Now ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ എക്സസൈസ് ആണ്. Now there's a second portion for that, reported questions. When we report questions, നമുക്ക് ഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് തന്നേക്കുന്നത് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ how we change that? ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതും ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ബട്ട് ദർ ആർ സം കണ്ടീഷൻസ് ഫോർ ദാറ്റ്. ഫോർ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് യൂസ് ദ സ്ട്രക്ചർ ഓഫ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. നൗ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, വിച്ച് മീൻസ് വി ആർ ഡിക്ലെയറിംഗ് യു സേയിങ് സംതിങ് ടു സംവൺ. സോ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണ്, ഒഫീഷ്യലി അതേപോലെ തന്നെ പറയുവാണ്. സോ വി യൂസ് ദ സ്ട്രക്ചർ ഓഫ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആൻഡ് ദെൻ auxiliary verbs like do, does and did are not used in reported questions. So ക്വസ്റ്റ്യൻസിനകത്ത് ഡിഡ് അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യില്ല. അത് യൂസ് ചെയ്യാതെ ആയിരിക്കും ആ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഹിയർ യു ക്യാൻ സീ ദ തേർഡ് ക്വസ്റ്റ്യൻ ഓർ സെക്കൻഡ് ക്വസ്റ്റ്യൻ, why did she take so long to come? So did എന്നുള്ള auxiliary verb ആ ക്വസ്റ്റ്യനകത്തുണ്ട്, but when we reported it into indirect speech or when we changed that into indirect speech, ആ did എന്നുള്ളത് അത് അവിടുന്ന് ചേഞ്ച് ചെയ്തു. did ഉള്ളത് കൊണ്ട് ഇത് past tense ആണെന്ന് മനസ്സിലായി. so we have used had instead of that. so ഇതാണ് ഒരു കണ്ടീഷൻ. ഫസ്റ്റ് വൺ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ആയിരിക്കും. സെക്കൻഡ് വൺ ഡിഡ്, ഡു, ഡസ് ഇങ്ങനെയുള്ള auxiliary verbs നമ്മൾ യൂസ് ചെയ്യില്ല when changed it into indirect speech. Third one, questions beginning with WH word retain the WH word. WH questions ഉണ്ടല്ലോ, why, what, whom, when, which ഇങ്ങനെയുള്ള WH question words നമ്മൾ അതിനെ 5Ws and H എന്ന് പറയും. WH ചേർത്തുള്ള കുറേ വേർഡ്സ് ഉണ്ട്, 5 question words ഉണ്ട്. why, who, when, which, where, അതേപോലെ how. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് റിപ്പോർട്ടഡ് ക്വസ്റ്റ്യനകത്ത് ഡയറക്റ്റ് സ്പീച്ചിൽ ഉണ്ടെങ്കിൽ നമ്മളത് ചേഞ്ച് ചെയ്യുമ്പം അതേ റിപ്പോർട്ടഡ് സ്പീച്ച് അതേ ക്വസ്റ്റ്യൻ വേർഡ്സ് തന്നെ യൂസ് ചെയ്യും. ഹിയർ യു ക്യാൻ സീ ഷി ആസ്ക്ഡ് മീ വാട്ട് ആർ യു ഡൂയിങ്. ഷി ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ്. ഇനി ഇവിടെ ഷീ ആസ്ക്ഡ് മീ എന്നുള്ളത് ഹിയർ ഷീ ആസ്ക്ഡ് മീ എന്നുള്ളത് നമ്മൾ സാധാരണ റിപ്പോർട്ടഡ് നോർമലി ചെയ്യുമ്പോൾ ഷീ ആസ്ക്ഡ് മീ ദാറ്റ് എന്ന് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ഇപ്പം മോഡേൺ യൂസേജിൽ ആ ദാറ്റ് പൊതുവെ യൂസ് ചെയ്യാറില്ല. സോ ദാറ്റ് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ബോത്ത് ആർ റൈറ്റ്. സോ ഷീ ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ്. ഹിയർ വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളത് ഇറ്റ് ചേഞ്ച്ഡ് ഇൻ ടു വാട്ട് ഐ വാസ് ഡൂയിങ്. ചേഞ്ച് ടെൻസിന് സംഭവിച്ചപ്പോഴും പ്രൊനൗണിന് സംഭവിച്ചപ്പോഴും ആ വാട്ട് എന്നുള്ള WH വേർഡ് അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിലും റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഓർക്കേണ്ട കാര്യം, ഡു, ഡസ് ആൻഡ് ഡിഡ് എന്നുള്ള ഓക്സിലറി വെർബ് നമ്മൾ യൂസ് ചെയ്യില്ല ഇൻഡയറക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം.
On the other hand, WH word, question words WH word പോലുള്ള what പോലുള്ള question words ഉണ്ടെങ്കിൽ ആ word നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ. Next one, she asked me, where do you live? She asked me where I lived. So, this is the way to change reported or to report questions from direct to indirect speech. So, main ആയിട്ട് reported questions report ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഇടയ്ക്ക് എന്തോ വീഡിയോ സ്ലൈഡിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. സോറി ഫോർ ദാറ്റ്. അപ്പം ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഫ് യു ആർ ആസ്കിംഗ് ടു റിപ്പോർട്ട് ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് കണ്ടീഷൻ, ഡു നോട്ട് യൂസ് ഡു, ഡസ് ഓർ ഡിഡ് വൈൽ റിപ്പോർട്ടിംഗ് ദാറ്റ്, ആൻഡ് ദെൻ use declarative structure. And the third point, always use the WH word. Never change the WH word while reporting questions. We have discussed the first three. And then fourth one, where are you going? Aryan asked me where I was going. How long are your holidays? Sarah asked Soya how long were her holidays. Here you can clearly know that ഇവിടെ ഞാൻ ഇറ്റാലിക്സിൽ തന്നേക്കുന്നത് വന്ന ചേഞ്ചസ് ആണ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ യുവർ ഹോളിഡേയ്സ് എന്നുള്ളത് ഹെർ ഹോളിഡേയ്സ് ആയി, ആ ആർ എന്നുള്ളത് വെയർ ആയി. ഓക്കെ. സോ ദീസ് ആർ ദ ചേഞ്ചസ് യു ഹാവ് ടു മേക്ക് വൈൽ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് വൺ, എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മൾ വാട്ട്, വൈ അല്ലെങ്കിൽ ഡിഡ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. നൗ what happens when we transform or when we report questions that demands an answer in yes or no format? Or yes or no question അല്ലെങ്കിൽ yes അല്ലെങ്കിൽ no എന്നുള്ള ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ what will happen? When questions that require a yes or no as the answer are reported, they are introduced by if or whether. ഇപ്പം നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എൻ്റെ ആൻസർ യെസ് എന്നായിരിക്കാം, നോ എന്നായിരിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് while reporting you have to use if or whether. Now look at the example. The boy asked his father, did you read it? The boy asked his father if or whether he had read that. So here, did you read it എന്നുള്ള did നമ്മൾ പറഞ്ഞു യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. സോ did you read it എന്നുള്ളതിന് ഒന്നുകിൽ it will be a yes അല്ലെങ്കിൽ ഒരു no ആയിരിക്കാം ആൻസർ. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ you have to use if or whether. So the boy asked his father if or whether. അതിലേതെങ്കിലും യൂസ് ചെയ്താൽ മതി, രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. You can either write the boy asked his father if he had read that, or the boy asked his father whether he had read that. You can use both if or whether. Let's do some practice. Is that car yours? My friend asked me if it was my car. Now these are the questions from your textbook. Page number 123. Imagine your friend asked you these questions yesterday. Change them into reported questions. So, all these questions demand an answer in the form of yes or no. So, yes or no questions are. So, adengane report cheyyunnalladana. Is that car yours? My friend asked me if it was my car. Do you jog every day? My friend asked me whether I jogged every day. Now remember one thing, we have to change the tense here. കാരണം സ്പെസിഫിക്കലി നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട് യെസ്റ്റർഡേ നിങ്ങളോട് ചോദിച്ച കാര്യമാണ്. These are the questions that your friend asked you yesterday. So already കഴിഞ്ഞ കാര്യമാണ്. So you have to report that in past tense. Did you go to the mountains last summer? My friend asked me whether I had gone to the mountains last summer. Now ഇവിടെ എന്തുകൊണ്ടാണ് went എന്ന് വരാത്തതെന്ന് ചോദിച്ചാൽ did ആണ് question. So the question is already in past tense. So while reporting we have to change the tense into past perfect. തന്ന നോട്ട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് if the direct speech is in present tense we have to change that in past tense. If it's already in past tense we have to change that into past perfect. അതുകൊണ്ടാണ് ഇവിടെ had gone വന്നത്. Do you എന്നായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം whether I went എന്ന് വന്നേനെ. But here the question word is did. അതുകൊണ്ടാണ് my friend asked me whether I had gone to the mountains last summer. Does your brother know cycling? My friend asked me if my brother knew cycling. Now these are the transformation. These are the changes that we have to make while reporting yes or no questions. So നമ്മൾ normal questions വെച്ച് report ചെയ്യുന്നത് പഠിച്ചു and then yes or no questions പഠിച്ചു. Now reporting commands, request and advice. നമുക്ക് ചിലർ തരുന്ന ഓർഡേഴ്സ് ആയിരിക്കും. അതല്ലെങ്കിൽ someone is requesting us to do something, അല്ലെങ്കിൽ someone is advising us. ഇങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ്. While reporting commands, request and advice, sorry for the mistake here, A and D, and advice, we use verbs like tell, ask and advise. So ഇത്രയും നേരം നമ്മൾ asked എന്ന് വെച്ചിട്ടാണ് റിപ്പോർട്ടിംഗ് verb യൂസ് ചെയ്തത്.
പകരം കമാൻഡോ റിക്വസ്റ്റോ അഡ്വൈസോ ആണെങ്കിൽ നമ്മൾക്ക് ടെൽ, ആസ്ക്, അഡ്വൈസ് ഇങ്ങനത്തെ റിപ്പോർട്ടിംഗ് വെർബ് യൂസ് ചെയ്യാം. അത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ടോൾഡ്, ആസ്ക്ഡ്, അഡ്വൈസ്ഡ് അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, ദ വെർബ് ഈസ് ഫോളോഡ് ബൈ ആൻ ഇൻഫിനിറ്റീവ്. ഇനി നമ്മൾ ഈ വെർബ് യൂസ് ചെയ്യും. ഇപ്പം ടെൽ, ആസ്ക്, അഡ്വൈസ് ഇങ്ങനത്തെ വെർബ് യൂസ് ചെയ്യും. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് വി പുട്ട് ആൻ ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് മീൻസ് ഒരു ടു ആഡ് ചെയ്യും. എക്സാമ്പിൾ, ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻസ് ഓപ്പൺ യുവർ ബുക്സ്. സോ ടീച്ചർ കൊടുക്കുന്ന ഒരു കമാൻഡാണ് ഓപ്പൺ യുവർ ബുക്സ്. ദ ടീച്ചർ ടോൾഡ് ദ സ്റ്റുഡൻസ്. ഇവിടെ സെഡ് എന്ന് വന്നുകൊണ്ടാണ് വി യൂസ് ടോൾഡ്. സേസ് എന്നായിരുന്നെങ്കിൽ ടെൽസ് എന്ന് വന്നേനെ, അല്ലെങ്കിൽ സേ എന്നായിരുന്നെങ്കിൽ ടെൽ എന്ന് വന്നേനെ. ഓക്കെ, ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻസ് ഓപ്പൺ യുവർ ബുക്സ്. The teacher told the students to open their books. As I said earlier, we have to use a to, an infinitive here. Here told the students എന്നുള്ള ടോൾഡിൻ്റെ വേർബ് കഴിഞ്ഞിട്ട് നമ്മളൊരു ടു യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, the boy said to his mother, please call me on Sunday. The boy requested his mother to call him on Sunday. ഹിയർ ഇവിടെ എന്തുകൊണ്ടാണ് റിക്വസ്റ്റ് വന്നതെന്ന് ചോദിച്ചാൽ അവിടെ പ്ലീസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് വന്നേക്കുന്നത്. ബിക്കോസ് പ്ലീസ് ചെയ്യാത്ത നോർമലി നമ്മൾ റിക്വസ്റ്റ് ആയിരിക്കും പറയുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് യു ക്യാൻ യൂസ് റിക്വസ്റ്റഡ്. ദ ബോയ് റിക്വസ്റ്റഡ് ഹിസ് മദർ ടു കോൾ ഹിം ഓൺ സൺഡേ. സോ ദിസ് ഈസ് ദ വേ ഹൗ വി ഹാവ് ടു റിപ്പോർട്ട് കമാൻഡ്, റിക്വസ്റ്റ് ഓർ അഡ്വൈസ്. Further, more exercises. Please call me when you reach home. Now this is also from your textbook, page number 124. This is what your mother said to you yesterday. Change the sentences into reported speech. നിങ്ങളുടെ അമ്മ നിങ്ങളോട് പറഞ്ഞ കുറച്ച് കമാൻഡ്സ്, റിക്വസ്റ്റ്, അഡ്വൈസസ് ആണ്. യു ഹാവ് ടു റിപ്പോർട്ട് ദിസ്. ഫസ്റ്റ് ഫോർ ആണ്. ഫസ്റ്റ് വൺ, പ്ലീസ് കോൾ മീ വെൻ യു റീച്ച് ഹോം. മൈ മദർ ആസ്ക്ഡ് മീ ടു കോൾ ഹർ വൺസ് ഐ റീച്ച്ഡ് ഹോം. ഹിയർ പ്ലീസ് ഉണ്ട്. എന്തുകൊണ്ട് റിക്വസ്റ്റർ യൂസ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ യു ക്യാൻ ഗസ് ദാറ്റ് ആ മോൻ എത്രമാത്രം റെസ്പെക്റ്റ് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. കാരണം മോനോട് പ്ലീസ് ചേർത്ത് പറയണമെങ്കിൽ അത് അമ്മയുടെ ഗതികേടായിരിക്കാം. സോ അങ്ങനെ ഒരു കൊണോട്ടേഷനകത്ത് ഉള്ളത് കൊണ്ടാണ് വി യൂസ്ഡ് മൈ മദർ ആസ്ക്ഡ് എന്ന് പറഞ്ഞേക്കുന്നത്. കാരണം ഒരു മകനോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. സോ അത് ജസ്റ്റ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്ലീസ് കോൾ മീ വെൻ യു റീച്ച് ഹോം. മൈ മദർ ആസ്ക്ഡ് മീ ടു കോൾ ഹർ വൺസ് ഐ റീച്ച്ഡ് ഹോം. വീട്ടിലെത്തിയതിന് ശേഷം വിളിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, പ്ലീസ് ക്ലോസ് ദ ഡോർ. മൈ മദർ റിക്വസ്റ്റഡ് മീ ടു ക്ലോസ് ദ ഡോർ. ആ ടു ചേർക്കാൻ മറക്കരുത്. ഡോണ്ട് പ്ലേ വിത്ത് ദ മാച്ചസ്. മൈ മദർ ടോൾഡ് മീ നോട്ട് ടു പ്ലേ വിത്ത് മാച്ചസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഓർഡറിന് വേണമെങ്കിലും കൊടുക്കാം. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ആൻ ഓർഡർ, അല്ലെങ്കിൽ ഒരു കമാൻഡാണ്, ഒരു വാർണിംഗ് ആണ്. അല്ലെങ്കിൽ യു ക്യാൻ യൂസ് മൈ മദർ വോണ്ട് മീ നോട്ട് ടു പ്ലേ വിത്ത് മാച്ചസ്. അങ്ങനെയുള്ള വേർബും യു ക്യാൻ യൂസ് ദാറ്റ്. യു ഷുഡ് സ്റ്റഡി ഹാർഡ്. മൈ മദർ അഡ്വൈസ്ഡ് മീ to study hard. So this is the way you have to report commands, requests or advices. Okay, so I hope clear aannu thonnu. Let's rewind. First one, reported questions aanu. How we have to report question. Point number 1, declarative structure aadikkum, and then do, does, did ingante auxiliary verb report cheyyumbol nammal avoid cheyyum. ആൻഡ് WH വേർഡ് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, WH ചേർത്തുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അതേപോലെ തന്നെ യൂസ് ചെയ്യും. ഷി ആസ്ക്ഡ് മീ വാട്ട് ആർ യു ഡൂയിങ്. ഷി ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ്. അവിടെ വാട്ട് നമ്മൾ അതേപോലെ തന്നെ യൂസ് ചെയ്തു. നൗ, വേർ ഡിഡ് യു സ്റ്റഡീഡ് ബിഫോർ. ഐ ആസ്ക്ഡ് ദ ന്യൂ ബോയ് വേർ ഹി ഹാഡ് സ്റ്റഡീഡ് എർലിയർ. ഡിഡിന് പകരം നമ്മൾ ഡിഡ് യൂസ് ചെയ്യാതെ ടെൻസ് ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് വൺ, yes or no question. While we are reporting yes or no questions, we have to use if or whether in the reported sentence. Is that car yours? My friend asked me if it was my car. Or you can say, my friend asked me whether it was my car. And the last one, reporting commands, request and advice. Commando, request, advisor use ചെയ്യുമ്പം അതനുസരിച്ചുള്ള റിപ്പോർട്ടിംഗ് വെർബ് യൂസ് ചെയ്യുക. നോർമലി ടോൾഡ്, ആസ്ക്ഡ്, വാണ്ട്, റിക്വസ്റ്റഡ് അങ്ങനെയൊക്കെ വരും. ഓക്കെ, സോ the teacher said to the students, open your books. The teacher told the students to open your books, open their books. അവിടെ ആ ഇൻഫിനിറ്റീവ് ടു യൂസ് ചെയ്യാൻ മറക്കരുത്. സോ ഇതോടുകൂടി റിപ്പോർട്ടഡ് സ്പീച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം. എന്നിട്ട് എന്നെ 1-2 പേരാണ് വിളിച്ച് ചോദിച്ചത്. അതിൽ നിന്ന് മനസ്സിലാവും ആരൊക്കെയാണ് ഇത് കാണുന്നത്, അതൊക്കെയാണ് കാണാത്തതെന്ന്. കുറച്ചുകൂടെ കഴിയുമ്പോൾ റിവിഷൻ്റെ സമയമാകുമ്പം ശരിക്കും അന്നേരം ഡൗട്ട് എല്ലാവർക്കും വരും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. ആൻഡ് ലാസ്റ്റ് ക്ലാസ്സിൽ ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് വി ഹാവ് കവേർഡ് ദ ഗ്രാമർ പോർഷൻസ്. പക്ഷേ അല്ല, യു ഹാവ് ടു കംപ്ലീറ്റ്
2 more portions from your grammar book, active and passive, and a few more relative clauses. ആ 2 ടോപ്പിക്കും കൂടെ we have to cover. So അത് next weekൽ we will cover that. So that's all for today. If you have any doubts, you can call me and you have to clear your doubts. So that's all for today. Have a nice day. Thank you.